ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതേ നമ്മള് ജോലി കഴിഞ്ഞ് വന്നെന്നാണ് പറയാൻ പോണത്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണതല്ലേ. അതുകൊണ്ടാണ് ഇരുട്ട്. അതാണ് ഈ അന്ധകാരത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഐഫോൺ ആയതുകൊണ്ട് അതിന്റെ ഒരു പവറിൽ നമ്മളെയൊക്കെ നന്നായിട്ട് വെളുത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള, പക്ഷെ എല്ലാവർക്കും ഫേവറേറ്റ് ആണെങ്കിലും ഇന്ന് ശ്രുതിക്ക് വേണ്ടി എന്റെ സ്പെഷ്യൽ ഒരു ഐറ്റം, ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ണനെയാണിത്. കഴിക്കും. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയിലനെയൊക്കെ നമ്മള് അയിലാണ് നമ്മുടെ ഇന്നത്തെ താരം ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചെയ്യാൻ പോണത് അയില പൊള്ളിക്കലല്ലേ? അയില നമ്മള് വാഴയില് പൊള്ളിക്കാൻ പോണേണ്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ശ്രുതി വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ടാ? ഒരു പ്രാവശ്യം തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് അതൊന്ന് നമ്മള് ഒരു പ്രാവശ്യം നമ്മള് അവൾക്ക് എന്തായാലും ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു സ്പെഷ്യലൊക്കെ ചെയ്ത് കൊടുക്കണം നല്ലതാണല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ. പരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടുന്നോണ്ടാണ്. അപ്പൊ വന്ന് ഇനിയിപ്പൊ ഇതൊന്ന് പെരട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി വഴിയെ ഒരേ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അമ്മ ചെയ്യണതും കഴിക്കണതും എല്ലാ വിശേഷങ്ങളും കാണിക്കാം. അമ്മയാണെങ്കിൽ കളിക്കാൻ പോയേക്കണേ, ഓണക്കളിക്ക് പോയേക്കണം. അറിഞ്ഞിട്ടില്ല ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അതിലെ മേടിച്ചേക്കണ കാര്യം ഒന്നും അറിയാൻ പാടില്ല. ഉച്ചമുതലേ തുടങ്ങിയ പ്രാക്ടീസ് ആണ്. അതെ, സാധാരണ മീൻ വെട്ടല് ഞാൻ ചെയ്യാറില്ല, കാരണം മീനിനെ ഞാൻ അങ്ങോട്ട് അവശതയാക്കി എടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് മീൻ സക്സസ് ആയി, എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ലതൊക്കെ കാണിച്ചു തന്നെയാണ് വിചാരിക്കേണ്ട. പക്ഷെ എല്ലാം നല്ലതായിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ മീൻ കൊള്ളൂലായിരുന്നു, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോണ. അതിനിടക്ക് എന്റെ ഹെൽപ്പർ, എന്റെ അസിസ്റ്റന്റ് ശ്രുതി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കും. എല്ലാം അരിഞ്ഞോളെല്ലാം റെഡിയാക്കും. അപ്പൊ ബാക്കി വഴിയെ കാണാം അല്ലേ? കാണാം. അങ്ങനെ ഞങ്ങളത് കുറച്ചതിലന പൊള്ളിക്കാനായിട്ട് വെച്ച് കുറച്ച് ഇത്തിരി മാറ്റി വെച്ച് ആവശ്യമുള്ള എടുക്കാം, ബാക്കി നാളെ എടുക്കാല്ലോ. അപ്പൊ ഇതിന് നമ്മള് മസാല പുരട്ടിക്കൊണ്ടിരിക്കണേ. ടൈലക്ക് മസാല വരട്ടി കുറച്ചു നേരം പുള്ളിക്കാരനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ബാക്കി പരിപാടികളൊക്കെ പിന്നെയാണ്. നമ്മള് ഇനി ഇതിന് വേണ്ട മസാല കാര്യങ്ങളൊക്കെ ഇനി എന്റെ അസിസ്റ്റന്റ് ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും വിളിച്ചിട്ട് ആരും എന്നെ ഒന്നും പറയല്ലേ കേട്ടാ. റെഡിയാക്കി തരും. തമാശ കാര്യായിട്ടും അവളില്ലേ, ഞാൻ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവളെപ്പോഴും എന്റെ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടാ. ഞാനിങ്ങനെ ചിലപ്പോ ഒന്നും ചെയ്യണില്ലെങ്കിൽ ഞാൻ വെറുതെ അവിടെ ഇരുന്ന് വർത്താനം പറയാനാണെങ്കിലും ഏത് സമയത്തും എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ കൂടെ എപ്പോഴും നമ്മൾ കൂടെ നിക്കണവരെയുള്ള നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ അമ്മയാണെങ്കിലും അമ്മയോടെ ഉണ്ടെങ്കിൽ അമ്മ എന്തായാലും ഇവിടെ ഈ വാദിക്കൊക്കെ ആയിരിക്കുള്ളൂ. കണ്ണനാണെങ്കിലും കണ്ണനും സുധവും പിന്നെ ടി വി കാണുന്ന ആൾക്കാരാണ്. അവർക്ക് ചിലപ്പോ ഇടക്കൊന്ന് ടി വി ഒന്ന് നോക്കണം, ഒന്ന് ഫോൺ നോക്കണം. ചിലപ്പോ ചെയ്യണ പണി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സുധു പിന്നെ നിക്കോട്ടെ അല്ലേ? സുധു വീട്ടിലാണെങ്കിലൊക്കെ അങ്ങനെ സുധു അമ്മക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ വരുമ്പോഴാണ് മാമന്റെ കൂടെ പോയിരിക്കണേന്നാണ് അമ്മ പറയണത്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സുധുന് ഇവിടെ വരുമ്പോഴാണ് റെസ്റ്റ് കിട്ടണെന്നാണ് പറയണത്. ഇവിടെ പറയണത് മാമനും അമ്മാമയും ആന്റിയൊക്കെ പറയണത് അതാണ്. എന്താന്ന് വെച്ചാൽ സുധു ഇവിടെ വരുമ്പോ അല്ലേ വീട്ടിൽ വെച്ച് എപ്പോഴും നമുക്കില്ലേ റെസ്റ്റ് ഒന്നും. സുധു അല്ലേ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കണമെന്നൊക്കെയാണ് അമ്മയും കണ്ണനും പറയുന്നത്. പക്ഷെ സുധു അങ്ങനെ ഒന്നല്ലട്ടാ, എല്ലാം ഉത്തരവാദിത്തോടുകൂടി ചെയ്യും. എല്ലാവർക്കും നമ്മുടെ ചിൽച്ചിൽ കാണുമ്പോ അറിയാലോ. അതെ, നമ്മുടെ മീനെ നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കയ്യിന്ന് പുകയോന്നോ കണ്ടിട്ട് പുകയണ ലക്ഷണം ഉണ്ട്. വെളിച്ചെണ്ണ തെറ്റി. പിന്നെ ഇതിലേക്ക് ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ മസാല പെരട്ടാറുണ്ട്, കുഴപ്പമില്ല. കാരണം കുഴപ്പമില്ല. അവളെല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും സെറ്റ് ആവും. അതെ, അപ്പൊ നമ്മുടെ അയിലെല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ പൊള്ളിക്കാനുള്ള മസാല, അതിനകത്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് വെച്ചേക്കണം. അന്നേരം കൊണ്ട് ചേച്ചി കുളിക്കാനായിട്ട് പോയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കണ്ണനെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് എല്ലാം കാണാം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള നന്നായിട്ടില്ല. അപ്പൊ അരിഞ്ഞൊക്കെ വെച്ച് ഇന്ന് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ഞാനത് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മനെ മോളെ മാത്രം മേളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അമ്മ വന്നപ്പോഴാണ് അമ്മ ഞെട്ടിപ്പോയി. അമ്മ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചേക്കണ? ഇവിടെ
തക്കുവിന്റെ ഒരു കലാവിരുത് അതെ നമുക്കുണ്ട്. എന്റെ കഴിവ് മുഴുവൻ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. അതെ ഇതിപ്പോ സംഭവം വെച്ച് തൊട്ടപ്പുറം കുറെ പേപ്പറൊക്കെ വേറെ ഒന്നുമല്ലട്ടാ ഇവിടെ സംഭവം ഉണ്ട് അല്ലേ. സംഭവം സന്ധ്യക്ക് ഇത് പരിപാടി തുടങ്ങിയതാണെങ്കിലും വേറെ സംഭവം ഒന്നുമില്ല. ശ്രുതിനെ കാണാൻ എന്റെ ശ്രുതിയില് കൊറേ വിരുന്നാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന സാധനങ്ങള് അമ്മയും മോളും കൂടി സെറ്റ് ചെയ്യണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്യണ്. കാരണം ഇപ്പോഴെങ്കിലും ഒരു 10 മണിയൊക്കെ ആവാറായി. അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ല. അപ്പൊ നോക്കിയേ നമ്മള് വാഴല അതാണ് കുക്കിന്റെ വിജയം. അതെ അപ്പൊ നോക്കി ഈ മീനെ നമ്മ പൊതിഞ്ഞിട്ട് നേരെ തക്കുവിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മള് പൊള്ളിക്കും കൂടെ അല്ലേ. അതാണ് പൊള്ളിച്ച് പണി തുടങ്ങിയല്ലേ. എന്താടി നീ തല്ലോ ചക്കന ഇത് വേണം സുതപ്പിന് ഇത് പൊട്ടുള്ളരിക്ക് ഇത് ആന്റി ഉണ്ടാക്കി വെച്ചേക്കണ എന്റെ ഇവിടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ ചേച്ചിയുടെ ഇവിടെ മീൻ സെറ്റ് ചെയ്യുന്ന എന്റെ ചേച്ചി. അയ്യോ ചേച്ചിയുടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി കാലത്തിലിടാൻ പോയത് കണ്ട് ഇതിലേക്ക് മാറ്റി വേറൊന്നുമല്ല കാലത്തിലിടാൻ പോയത്. കലം പൊട്ടി കഴിച്ചു. ഓ വളരെ ഡാർക്ക്. ഞങ്ങൾ രാശിക്കലം പൊട്ടി. ഞങ്ങൾ രാശിക്കലം പൊട്ടി. ഞങ്ങൾ എന്തിലും മീൻ കറി വെക്കും. വെള്ളം പോരുന്നു. ഇനി ഇത് കൂടുതൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ കലം പൊട്ടിയത് ഞാനായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ മാറ്റി വെച്ചേക്കാം. അതെ അപ്പൊ ഇതൊക്കെ ആവട്ടെ നമുക്ക് അല്ലേ. അപ്പൊ നോക്കി നമ്മുടെ സാധനമൊക്കെ റെഡി ആയിട്ട് അട്ടിയിട്ട പോലെ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പൊ നോക്കിയ സംഭവം ദേ ഇവിടെ ഒരാൾ മുകളിലിരിക്കുന്നുണ്ട്. ദേ ഇവിടെ അമ്മ പോളിങ്ങി തുടങ്ങിയേ. എന്നണ്ടമ്മ കഴിക്കട്ടെ. എല്ലാ സാധനം കണ്ടിട്ട് നല്ല മണം വന്നുണ്ട്. അപ്പൊ അതിനടുത്ത് ഗുണം ഉണ്ടാവും. അപ്പൊ അമ്മ നൈസായിട്ട് സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ദേ സാധനം അതേ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. മീനെടുത്ത് പൊളിക്കുക. തക്കുവിന് മീനൊക്കെ സെറ്റായി. ചൂടുണ്ടാമേ അതിൻ്റെ ഇടയ്ക്ക് ചൂടിട്ട് ആറാൻ വേണ്ടി സമയം കൊടുത്തിട്ടുണ്ട്. ഒറ്റ കൈകൊണ്ട് എല്ലാത്തിന്റെയും കിട്ടി. പേടിച്ചു അല്ല മനുഷ്യൻ. എന്നണ്ടമ്മ നല്ല സാധനമാണ്. മിണ്ടണില്ലേ കൊറേ നേരം എങ്ങനെയാണെന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കാനാണ്. ഇതിങ്ങനെ പൊളിച്ചിട്ട് നേരെ ചൂടണ്ട. ചൂടില്ല എന്നൊക്കെ വലിയ ഗമി പറഞ്ഞു. ഇങ്ങനെ പൊളിക്കാം. എന്താണ് കാണിക്കണത്? നോക്കിയിരിക്കാം. ഒന്നും പറയാല്ല. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും ഇങ്ങനെ കഴിക്കാൻ തോന്നും. അപ്പൊ അവിടെ ഒരാളിതേ കഴിക്കാൻ അടുത്താള് തുറക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതെ ചോറ് പൊറോട്ട ആർക്കാണെങ്കിലും കഴിക്കാം. അപ്പൊ എല്ലാവരുടെ പട്ടപെട്ടാതെ ഉണ്ടാക്കിയ ആളും കഴിച്ചോണ്ടിരിക്കണ്ട. എന്നുണ്ട് അയ്യോ നീ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇവിടെ അടുത്ത ആള് ഞാൻ തുറന്നിട്ടുള്ളൂ. അതെ തുറന്ന സ്മെല്ല് കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ആ അവിടെ എടുക്കുമ്പോ ഇവിടെ കഴിക്കാട്ടെ നോക്കട്ടെ. ഇവിടെ ചൂടാണ്. വന്നപ്പോ തുടങ്ങി തക്കുവിന് ഇങ്ങനെ ശ്രുതിക്കായില്ല പൊള്ളിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം വരുന്നു. അത് നല്ല സൂപ്പറാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പൊ ഇത് ഇവിടെയൊക്കെ വരട്ടെ. ഞാനിത് എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ ഇനി വലിച്ചിട്ട് കിട്ടുള്ളൂ. ഞങ്ങള് പറയുമ്പോ അതെ. അപ്പൊ നോക്കി ഞാനും കഴിക്കട്ടെ. എന്റെ സാധനം ഇരിക്കണ്ട്. ഞാൻ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കിനി കഴിച്ചേക്കേണ്ടതാണ്. അതിലിരിപ്പുണ്ട്, ചോറ് ഇരിപ്പുണ്ട്, പൊറോട്ട ഇരിപ്പുണ്ട്. എന്ത് കുട്ടിയാണെങ്കിൽ കഴിക്കാൻ പറ്റിയ സാധനമുള്ളത്.